ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ എന്റെ അമ്മയും മേഡവും തമ്മിലുള്ള പ്രശ്നം? അമ്മ ചതിച്ചു എന്ന് മേഡം കൂടെ കൂടെ പറയുന്നുണ്ടല്ലോ. ഗാഥയുടെ അച്ഛൻ ശ്രീനിവാസ തന്നെയാണോ എന്റെ ഈ അച്ഛൻ? മനസ്സ് നേരെ അല്ലാത്തോണ്ടാ ഇങ്ങനെയൊക്കെ. നവീനോട് സത്യത്തിൽ ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോക്ക്? അയ്യോ, അങ്ങനെയൊന്നുമില്ല. എന്നെ മനസ്സിലാക്കാതെ പോകുമ്പോ. മോളെ, നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നമ്മുടെ പങ്കാളിക്ക് ഇഷ്ടമാവണമെന്നില്ല. അതുപോലെ തന്നെയാ തിരിച്ചും. വേറൊന്നും വേണ്ട. ഇപ്പൊ മോൾക്ക് ഒരു പെർഫ്യൂമിന്റെ മണം വളരെ ഇഷ്ടമാണെന്ന് വെച്ചോ. നവീൻ അത് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നുകില് ആ പെർഫ്യൂം മോളായിട്ട് ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ആ പെർഫ്യൂമിന്റെ മണം അഡ്ജസ്റ്റ് ചെയ്യാൻ നവീൻ തയ്യാറാവണം. ഈ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു ദാമ്പത്യം. നമ്മുടെ കൺമുമ്പിൽ ഒരുപാട് നാള് നീണ്ടു നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളില്ലേ? അവിടെയൊക്കെ പറഞ്ഞും പറയാതെയും ഈ അഡ്ജസ്റ്റ്മെന്റ് തന്നെയാ നടക്കുന്നേ. ഗാഥമോൾക്ക് ഈ കുടുംബത്തിന് ഇണങ്ങുന്ന രീതിയിൽ പെരുമാറാൻ പറ്റുമോന്ന് ചെറിയൊരു സംശയം ഇവിടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ മോള് കാണിച്ച മാറ്റമില്ലേ, അതെല്ലാവരെയും അതിശയിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോഴൊക്കെ എന്ത് രസമായിട്ടാ മോള് പെരുമാറിയിരുന്നേ, എന്തൊക്കെ തമാശകളാ പറഞ്ഞിരുന്നേ. ലോകത്തെ ഏതൊരു പെൺകുട്ടിക്കും മാതൃകയായി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു മോള്. ഇനിയും അങ്ങനെ തന്നെ മോള് പെരുമാറണം. എനിക്ക് എന്നെ പോലെ അവനെ പറ്റുള്ളൂ, അല്ലാതെ അവളെ പോലെ അവനൊന്നും പറ്റില്ല. അവളെ പോലെ ആകാൻ പറ്റില്ലാന്നോ? അതാരാ? അത് നവീൻ, എനിക്ക് രണ്ട് സ്വഭാവം ഉണ്ടെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അതിലെ ഒരു സ്വഭാവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയെന്ന് മാത്രം. അങ്ങനെ അല്ലല്ലോ മോളെ പറഞ്ഞത്. കൃത്യമായി പറ. അവളെ പോലെയാകാൻ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് തന്നെയാ പറഞ്ഞു. സുമിത്രയ്ക്ക് വല്ല സംശയമുണ്ടോ? നവീന് വല്ല സംശയമുണ്ടോ? ഇപ്പൊ മനസ്സിലായോ? രണ്ട് ഗാഥയുണ്ടെന്ന് ഞാനും ഉദയേട്ടനും പറയുന്നതിന്റെ അർത്ഥം. ഒരെണ്ണത്തിന് ഉദയേട്ടൻ കൈയോട് പൊക്കിക്കൊണ്ട് വന്നതല്ലേ, അതിന്റെ തെളിവ് കൊണ്ടുവന്ന് കാണിച്ചതല്ലേ. പക്ഷേ ഇവള് മിടിക്കുക, അതിൽ നിന്ന് തലയൂരാൻ ഇവൾക്ക് കൃത്യമായി കഴിഞ്ഞു. നമ്മള് പൊട്ടന്മാരാണെന്ന് ഇവിടെ ഉള്ളവര് തീരുമാനിച്ച പൊട്ടന്മാരാക്കുന്നവരൊക്കെ എപ്പോഴും ഇവിടെ ജയിച്ചോണ്ടിരിക്കും. എടാ മോനെ നവീന്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ, ഈ നിൽക്കുന്നവള് നീ കല്യാണം കഴിച്ച് കൊണ്ടുവന്നവള് തന്നെയാണോ അതോ വേറൊരുത്തിയാണോന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണോന്ന്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ തലയ്ക്ക് ഭ്രാന്തായിട്ട് നടക്കുക. അമ്മേ, ഇവരെന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ പറയുന്ന ഒരു വാക്ക് പോലും ഇവര് വെറുതെ വിടുന്നില്ല. ഇവര് പറയുന്നത് പോലെ കള്ളത്തരം കാണിക്കേണ്ട ആവശ്യം എനിക്ക് എന്താ? ഞാനെന്താ ഒന്നുമില്ലാത്തടത്തുനിന്ന് കയറി വന്നതാണോ? ഇവരെ നിയന്ത്രിക്കാൻ അമ്മയ്ക്ക് നവീനും കഴിയുന്നില്ലെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവും. ഇങ്ങനെ ആട്ടും തുപ്പും കേട്ട് കഴിയേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല. മതിയായോ നിർമ്മലേ? പിള്ളേരുടെ മനസ്സിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായാല് മുതിർന്നവരതിനെ മാന്യമായിട്ട് കൈകാര്യം ചെയ്യാനാ ശീലിക്കേണ്ടത്. അല്ലാതെ 2 ഗാഥയുണ്ട് 3 ഗാഥയുണ്ടെന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ ഇരട്ടിപ്പിക്കലല്ല. ഒന്ന് പോകാമോ നിർമ്മലയ്ക്ക്? ആദ്യം സംശയം വന്നു, അത് കഴിഞ്ഞ് ഫോട്ടോ വന്നു, ഇപ്പൊ അവളുടെ നാവിന്നും വന്നു. ഇനിയും ഗാഥ 2 ഉണ്ടെന്ന് വിശ്വസിച്ചില്ലെങ്കിലേ സുമിത്രേ, ഒരു സംശയം വേണ്ട, അപകടത്തിലേക്കാ അമ്മയുടെയും മോന്റെയും പോക്ക്. അനുഭവിക്കാനാണ് തീരുമാനമെങ്കിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? നടക്കട്ടെ. കണ്ടോ അമ്മേ, എല്ലാ പേടിയും
എന്റെ മനസ്സിലുണ്ടായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പോലെ പെരുമാറാൻ തുടങ്ങിയതാ ഞാൻ. അപ്പോഴേക്ക് ദേ അവര് വന്നു. നാഗമല്ല, അവരാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം ഉണ്ടാക്കുന്നത്. പോട്ടെ മോളെ, നിർമ്മലയുടെ ഉദയന്റെ ഒക്കെ കാര്യങ്ങള് കണ്ടില്ലാന്ന് നടിച്ചാ മതി. മോൾ സമാധാനായിട്ടിരിക്കെ. മേഡം എന്താ കാണുന്നെന്ന് പറഞ്ഞത്? എനിക്കും എന്റെ മോൾക്കും നീ ചെയ്തു തന്ന ഉപകാരങ്ങൾ ചെറുതല്ല. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയ നീ നിന്റെ വാക്ക് പാലിച്ചത്. അതുകൊണ്ട് തന്നെയാ നിന്നെ യാത്രയാക്കിയപ്പോ എന്റെ മനസ്സ് വല്ലാതെ നൊന്തത്. പക്ഷേ പോകുമ്പോ നീ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു, ഇനി ഒരിക്കലും ഒരു കാരണവശാലും ഗാഥയുടെ ജീവിതത്തിനൊരു തടസ്സമാവില്ല എന്ന്. അത് പാലിക്കാനായിട്ട് നിനക്ക് കഴിഞ്ഞോ? മേഡം, എന്തിനാ നീ വീണ്ടും ഗാഥയെ വിളിച്ചത്? അതവളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന നിനക്കറിയില്ലേ? മേഡം എന്നോട് ക്ഷമിക്കണം. ഗാന്ധിയെ ഒരിക്കലും കാണണമെന്നോ ഫോൺ ചെയ്യണമെന്നോ കരുതിയിരുന്നതല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ അറിഞ്ഞപ്പോ. എന്ത് കാര്യം? ഒരു കണക്കിന് അത് എന്റെ ജന്മരഹസ്യം തന്നെയാണ്. എന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല, പേര് പോലും എനിക്കറിയില്ല. അമ്മയോട് ചോദിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ അമ്മ എന്നെ വിലക്കി. എന്താ എന്റെ അമ്മയും മേഡവും തമ്മിലുള്ള പ്രശ്നം? അമ്മ ചതിച്ചു എന്ന് മേഡം കൂടെ കൂടെ പറയുന്നുണ്ടല്ലോ. ഗാഥയുടെ അച്ഛൻ ശ്രീനിവാസ തന്നെയാണോ എന്റെ ഈ അച്ഛൻ? ഒന്നറിയാന്, അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് പറയാൻ എനിക്ക് ഒരാളുണ്ടോന്നറിയാനാ. ഞാൻ ആർക്ക് ജനിച്ചു എന്നറിയാനുള്ള അവകാശം എനിക്കില്ലേ മേഡം? ഉണ്ട്. അങ്ങനൊരു അവകാശം നിനക്കുണ്ടെന്ന് നിന്റെ അമ്മയ്ക്കും അറിയാലോ. എന്നിട്ടെന്താ നിന്റെ അമ്മ നിന്നോട് പറയാത്തത്? അവക്കത് പറയാനായിട്ട് നാവ് പോന്തില്ല. ഇപ്പൊ നിന്നെ എന്റെ മുന്നിലേക്ക് അയച്ചിരിക്കുന്നത് നിന്റെ അമ്മ തന്നെയാന്ന് എനിക്കറിയാം. മതിയായില്ലേ അവക്ക്? എന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ടും അവക്ക് തൃപ്തിയായില്ലേ? അയ്യോ, അമ്മയ്ക്കൊന്നും അറിയില്ല. അമ്മ അറിയാതെയാ എന്റെ ഈ ചോദ്യങ്ങളൊക്കെ. പിന്നെ എവിടുന്ന് കിട്ടി നിനക്ക് ഈ അറിവ്? ഏതെങ്കിലും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടോ? അതോ അമ്മയെ പോലെ എന്റെ സ്വസ്ഥത കെടുത്താനായിട്ട് ഇതായിരിക്കും ഏറ്റവും നല്ല ചോദ്യം എന്ന് നീ സ്വയം തീരുമാനിച്ചോ? മേഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം മേഡത്തിന് അറിയോ? അറിയാം.